മൊത്തത്തിൽ സിനിമ ഭയങ്കര അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. എന്നാലും ഇത് ഗംഭീരമായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് അസീസ് ഭായ്. ഈ രണ്ടെണ്ണം അങ്ങനെ സുരാണ് പറഞ്ഞു ഞാൻ ഇല്ലടായിരുന്നു. ഞാൻ പറഞ്ഞു സുരാണ് ഞാനില്ല. അങ്ങനെ ഞാൻ സുരാണും റൂമിൽ ഇരുന്നു. പിന്നെ ലാസ്റ്റ് കേട്ട ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങി. പിന്നീട് അറിയുന്നു സുരാണ് പോയി കണ്ടിട്ടുണ്ട്. സുരേഷ് പറഞ്ഞു മിസ്റ്റർ സുരേഷ് ഗോപി എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അത് കമ്മീഷണർ. ഞാൻ മിസ്റ്റർ സുരേഷ് ഗോപി തിരിഞ്ഞു നോക്കി. ഞാൻ അത് സുരേഷിന്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു. സുരേഷിന്റെ കണ്ണങ്ങ് നിറഞ്ഞു. പൃഥ്വിരാജ് കൈപിടിച്ച് കയറ്റിയ കഥ മല്ലികമ്മയോട് പറഞ്ഞോ? മല്ലിക ചേച്ചിയുടെ പറഞ്ഞിട്ടില്ല. അറിയാം. പൃഥ്വിരാജിനോട് പറഞ്ഞോ? രാജുവിന്റെ അടുത്തില്ലല്ല. അതെന്താ പൃഥ്വിരാജ് അറിയാലോ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ജയലഹയുടെ ഒരു ചെറിയ പോർഷൻ കാണുമായിരുന്നു. ഏതാന്നറിയോ? മറ്റേ ഈ ജയയുടെ അമ്മയും അച്ഛനും ഒക്കെ വന്നിരുന്ന് ബേസിലിന് ഇടിയൊക്കെ കിട്ടിയിട്ടുള്ള സീനില്ലേ? അനി നീ കേക്കണം എന്നാ ആന്റി പറയുന്ന സീനില്ലേ? അത് കാണുക. അപ്പൊ ഈ ആന്റി ഇത് പറയുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ഒരു രീതി. അനി നീ കേക്കണം, ഇടിയൊന്നും അല്ല ചവിട്ടെന്ന് പറഞ്ഞാ അപ്പുറത്തെ ഗീത. അപ്പൊ ഈ അനി എന്ന് പറയുന്ന അസീസിക്കയുടെ ക്യാരക്ടർ നിൽക്കുന്ന ഒരു നിപ്പൊക്കെ ഉണ്ട്. എങ്ങനെ അങ്ങനെ നിന്ന് എനിക്ക് ചിരി വന്നിട്ട് ഞാൻ അസീസിക്കയോട് നോക്കുന്നു. 3-4 പ്രാവശ്യം ചിരിച്ചു. റിഹേഴ്സൽ സമയത്തൊക്കെ ഞങ്ങൾ ചിരിച്ചു. പിന്നെ എന്തായാലും ഷൂട്ട് നടന്നല്ലേ പറ്റൂ. പിന്നെ നമ്മള് മനസ്സിലത് ഗൗരവമാക്കി നിൽക്കും. ആദ്യം ചേച്ചി പറഞ്ഞപ്പം എല്ലാവരും കൂടെ ബേസിൽ ചിരി തുടങ്ങി അറിയാലോ. ബേസിലാണെങ്കിൽ ആ മുറിവും വെച്ച് ഭയങ്കര ചിരിയായിരുന്നു. ദർശനയും ഭയങ്കര ചിരിയായിരുന്നു. ആ ചേച്ചിയുടെ രീതി അത് ആദ്യമൊക്കെ ചിരിച്ചു. പിന്നെ അത് ഷൂട്ട് പറഞ്ഞു 3-4 പ്രാവശ്യം ചിരിച്ചതിന് ശേഷം പിന്നെ നമ്മള് 2-3 വർഷം ആകുമ്പോ പിന്നെ അങ്ങ് ചിരി മാറും. പിന്നെ അങ്ങ് അഭിനയിക്കും. ഈ ജയ ഇറങ്ങി കഴിഞ്ഞപ്പോഴേ വമ്പ ഹിറ്റ് ആണല്ലോ. അതായത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമുള്ള സിനിമയിൽ നിന്ന് വരുന്നത്. ഇത് ഇറങ്ങുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഒരു പ്രതീക്ഷ എന്തായിരുന്നു? അതായത് വാട്ട് ഡിഡ് യു ഗൈസ് എക്സ്പെക്ട്? ഇറങ്ങുന്നതിന് മുമ്പല്ല, ഇത് ഷൂട്ട് നടക്കുമ്പോഴേ ഇതിന്റെ ജോണർ എന്താണെന്ന് യഥാർത്ഥത്തിൽ നമുക്കറിയത്തില്ല. സീരിയസ്ലി. എന്നോടൊക്കെ ഭയങ്കരമായിട്ട് ഒരു സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമയാണ് ഇത്. നമുക്ക് ഫെസ്റ്റിവലിലും അതൊക്കെ ചെയ്യാം. ബിബിൻ പറഞ്ഞതാ. മറ്റേതാണ് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ പോകുന്ന ഒരു മൂവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും അങ്ങനെയൊക്കെയാണ് അമ്മയൊക്കെ അഭിനയിച്ചത്. അമ്മ, ദർശന, ബിജു ചേട്ടൻ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ 2-3 ദിവസം കഴിഞ്ഞപ്പം എനിക്കെന്തോ സാധനം അടിച്ച്. അപ്പൊ ഇതല്ലല്ലോ ഇത് ഞാൻ പറഞ്ഞ അത് ബിബിനെ അത് ഹ്യൂമർ അല്ലേ, അത് ക്യാരക്ടർ വിട്ടുപോകില്ലേ, അത് കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞോ. എനിക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ട് ഞാൻ സത്യം പറഞ്ഞത് എന്താണ്. അപ്പോൾ എന്നോട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, ചേട്ടാ ഇത് ഹ്യൂമറാണ് പടം, നിങ്ങൾ ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഹ്യൂമർ ചെയ്തു പോകും, അതുകൊണ്ടാണ് ഈ സാധാ സെറ്റിലായിട്ട് അഭിനയിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അത് മനസ്സിൽ കിട്ടിയാൽ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഡൗട്ടായിപ്പോയി, ആ രണ്ടായിപ്പോയി. കാരണം സീരിയസ് ആയിട്ട് അനിയൻ ഇങ്ങനെ കൈയൊടിഞ്ഞ് മറ്റേ അടിയൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ആ വീഡിയോ കണ്ടില്ലല്ലോ, പകുതി ഉണ്ടോ ബാക്കിയല്ലോ, അത് അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ എനിക്ക് ഡൗട്ട് അടിച്ചു. അപ്പൊ അത് സത്യം പറഞ്ഞു. പിന്നെ സിനിമ ഇറങ്ങുന്നതിന് മുമ്പുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എന്നെ ഫസ്റ്റ് കോപ്പി കണ്ടിട്ട് ബേസിൽ ഞാൻ ഇന്നും ആ വോയിസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസിൽ അത് ഡബിന് മുമ്പ് കട്ട് കണ്ടിട്ട് എന്നെ വിളിച്ച് അത് കേൾപ്പിച്ചു തരാൻ ഇത്ര വർഷമായി, എന്നിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ചേട്ടൻ ഇന്നലെ പടം കണ്ടു, ജയ 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 അടിപൊളിയായിട്ടുണ്ട് സംഭവം. തിയേറ്ററിൽ നിന്ന് കത്തും, നിങ്ങളും കലക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സീനൊക്കെ വൻ വർക്കാണ്, ഒരു രക്ഷയില്ല. പടം പൊളിയായിരിക്കും, നിങ്ങൾ അടിപൊളിയായിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയാണ്, നിങ്ങൾ ഉഗ്രനായിട്ടുണ്ട്. നിങ്ങൾക്ക് ഭയങ്കര ടേണിംഗ് പോയിന്റ് ആയിരിക്കും പടം. മൊത്തത്തിൽ സിനിമ ഭയങ്കര അടിപൊളിയായിട്ട് വർക്കായിട്ടുണ്ട്. സെറ്റ്. പിന്നെ ജയ ജയര ഒരുപാട് ആൾക്കാരുടെ വോയിസ് കിടപ്പുണ്ട്. എന്റെ ഫഹദ് ഫാസില് ഫഹദൊക്കെ എന്നെ മെസ്സേജ് അയച്ചിട്ട് വിളിച്ചിട്ട് വോയിസും കൂടെ ഒന്ന് കേൾപ്പിക്കായിരുന്നു. കേക്കട്ടെ, ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ. ഫഹദ് നിങ്ങളോട് അതെ അതെ അല്ലാണ്ട് വേറെ എന്തെങ്കിലും പറയുമോന്ന് അറിയണല്ലോ. അത് ഫഹദിന്റെ അസീസ് ഭായ് ഫഹദാണ്, ഫഹദ് ഫാസിൽ. തിരക്കിനിടയിൽ ഇന്നാണ് ജയ 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 കാണാൻ പറ്റിയത്. ഭയങ്കര ഭംഗിയായിട്ടുണ്ട് പടം, അടിപൊളിയായിട്ടുണ്ട് പടം. നിങ്ങൾ ഗംഭീരമായിട്ടുണ്ട്. നമ്മള് ആക്ഷൻ ഹീറോ തൊട്ടും പിന്നെ
തൊട്ടൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങളുടെ ഫാനുമാണ്. പക്ഷെ ഇതില് അതിമനോഹരമായിരുന്നു, ഗംഭീരമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ഉടനെ കൂട്ടിമുട്ടണം, ഉടനെ സിനിമകൾ ചെയ്യണം. എന്തായാലും ഇത് ഗംഭീരമായിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ് ബൈ. ഈ രണ്ടെണ്ണം അങ്ങനെ ഒരുപാട് അങ്ങനെ ജയ കണ്ടപ്പോ അതൊരു ഭയങ്കര ഒരു ഇനി ഒരുപാടുണ്ട്. അത് ഞാൻ അല്ല, എല്ലാം കാണിക്കില്ല. അനിയനൻ സെറ്റ് ആയിരുന്നു. അങ്ങേര് കൊടുക്കുന്ന ഒരു ഭയങ്കര ഉപദേശമൊക്കെ ഉണ്ടല്ലോ. അതുപോലെ മറ്റേ ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ട 3 കാര്യങ്ങളോ എന്തൊക്കെയായിരുന്നു 3 കാര്യങ്ങൾ മറന്നുപോയി. അതൊക്കെ എന്ത് സീരിയസ് അങ്ങനെ എന്തോ ഉണ്ടല്ലോ. എന്തൊക്കെയാ പറയണേ. ബേസിൽ എന്തോ പറഞ്ഞു, അതിന് തെറ്റിച്ച് ഞാൻ പറഞ്ഞു. സത്യം, അജാതി സാധനം. ഓ എന്റെ അമ്മോ. ഇപ്പൊ എന്നിട്ട് ഒരുമിച്ച് സിനിമ വരുന്നുണ്ടോ അപ്പൊ അതിന്റെ കൂടെ? ഇല്ല, അപ്പൊ ഇതില് എന്നെ ഒരു പടം വിളിച്ചിരുന്നു. പക്ഷെ അത് ഞാൻ വേറൊരു ഇതിലൊക്കെ നമ്മുടെ അൽത്താഫിന്റെ പടത്തിലൊക്കെ അപ്പൊ വേറെ പരിപാടിയിലൊക്കെ ആയി. എന്താ കുതിര എന്തോ ഓടും കുതിര ചാടും കുതിര, വെള്ളം കണ്ടാ നിക്കൂല. ഇപ്പൊ എന്ത് സാധനം ചോദിക്കാൻ വന്നത്, ഈ മരണ വീട്ടില് പോയിട്ട് ചിരിക്കാന്ന് പറയുന്നത്, അതായത് അസ്ഥാനത്ത് നമ്മൾ ചിരിച്ചു പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ. ഇപ്പൊ സ്കിറ്റിൽ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടാവും. മരണ വീട്ട് കോമഡി ആവുന്ന കുറെ സാധനങ്ങൾ സ്കിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെ സംഭവിക്കുമല്ലോ. ചില മരണ വീടുകളിൽ പോയിട്ട് ചില ആളുകളുടെ ഇതൊക്കെ കാണുമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനം നമ്മളെ ഇതിന്റെ ഇന്റർവ്യൂ തന്നെ പറഞ്ഞത്. എന്റെ പണ്ട് എനിക്ക് എൻ്റെ കുട്ടിക്കാലത്താണ്, ഞാൻ 6-ലെന്തോ പഠിക്കും, എനിക്ക് ഓർമ്മ ഉണ്ട്. അത് എൻ്റെ അമ്മേരെ അനിയത്തി, അതെ കുഞ്ഞമ്മേരോട് ഞാൻ ഒരു മരണ വീട്ടിൽ പോയപ്പോഴും അപ്പോൾ അത് മറ്റേ ഓലയിട്ട വീടായിരുന്നു. അപ്പം ആള് ആ വീട്ടിൽ കിടക്കുന്നു. അപ്പോൾ ഈ ഓലയിൽ ഇങ്ങനെ ചാരി നിന്നപ്പോഴും ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി മരിച്ചു കിടക്കുന്ന പുള്ളിയുടെ മകനാണെന്നാണ് പറഞ്ഞത്. അപ്പം ഈ ചാരിയപ്പോഴും ഈ ഫോട്ടോ വന്ന് ടക്കനെ ബോഡിയുടെ ഫ്രണ്ടിൽ വന്ന് വീഴും. മോന്റെ ഫോട്ടോ അയാൾ ഗൾഫിലാ മരിച്ച. അപ്പോൾ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരുന്ന ആരോ ആണെന്ന് എനിക്ക് ആരെന്ന് പോലും ഓർമ്മയില്ല. അപ്പൊ അവര് പറഞ്ഞു, അതാ അച്ഛനെ കാണാം ഗൾഫിൽ നിന്ന് വന്നേ. ഞാൻ എന്റെ കുഞ്ഞമ്മ ഒരു ചിരിയങ്ങ് ചിരിച്ചു. ആൾക്കാരല്ല. അപ്പൊ ഞാൻ കുട്ടി ഞാൻ ഇത് എനിക്ക് ഓർമ്മ ഉണ്ട്. പക്ഷെ എനിക്ക് ചിരിയൊന്നും വന്നില്ല. നമ്മൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നവര് പക്ഷെ എനിക്ക് ആ സംഭവം ഇപ്പോഴും ഓർമ്മ ഉണ്ട്. അത് ഞാൻ വന്ന് വീട്ടിൽ പറഞ്ഞു. എല്ലാവരും എൻ്റെ അമ്മേരെ മരിച്ചുപോയി, ഭയങ്കര ചിരിയാണ്, എന്ത് പറഞ്ഞാലും ചിരിക്കും. എന്റെ കുഞ്ഞമ്മ ഭയങ്കര ചിരിയായിരുന്നു അവിടെ കിടന്ന്. അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത് ടക്ക വന്ന് അത് കറക്റ്റ് ചെയ്ത് ശാരീരിന്റെ കുഞ്ഞമ്മയായിരുന്നു. കുഞ്ഞമ്മ തന്നെയാണ് ചിരിച്ചത്. അതാണ് സംഭവം. ഇല്ല, ഇതുപോലെ ഇല്ലേ, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ അവരുടെ അപ്പൂപ്പ മരിച്ചിട്ട് ഞങ്ങൾ പോയേക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ 7th 6th എന്തോ പഠിക്കാം. അപ്പൊ ഈ അമ്മൂമ്മ സൈഡിൽ ഇരുന്നതുപോലെ കരയുണ്ട്. അപ്പൊ ഇവരുടെ മോളുടെ മക്കളോ എന്തോ ഇങ്ങനെ അപ്പോഴാണ് വരുന്നത്. അവരിങ്ങനെ വരുമ്പോ പറയാ, മക്കളെ അപ്പൂപ്പം കിടക്കണുണ്ടോ, നോക്കും മക്കളെ എന്ന് പറഞ്ഞ ഇങ്ങനെ കരഞ്ഞിട്ട് പിന്നെ പറയാ, അടുക്കളയിൽ ഉണ്ടേരിക്കുന്നുണ്ട്, പോയെടുത്ത് കഴിക്കും മക്കളെ. ആ ടോണില് ചില സാധനങ്ങൾ അതുപോലെ ഭയങ്കര സൈലന്റ് ആയിട്ടിരിക്കുമ്പോ ഇപ്പൊ ചില ആൾക്കാരുടെ ഫോണൊക്കെ അടിക്കല്ലോ, മറ്റേ കുതിരയുടെ ശബ്ദം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ആഹാരം കഴിക്കുന്ന ചില മരണ വീട്ടിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കിച്ചണിലൊക്കെ ഈ പഴമൊക്കെ ഇരിക്കും. പഴം വായിക്കാത്ത ആയും പോയി ആരെങ്കിലും കാണുമ്പം മരണ വീട്ടിൽ കഴിക്കാവുന്നതാണോ സാധനം ഇങ്ങനെയൊക്കെ കുറെ. അത് ഈ ബോഡിയ നമ്മള് കളിയാക്ക അങ്ങനെ സംഭവമല്ല. അത് അവിടെ നടക്കുന്ന സിറ്റുവേഷൻസാ, മരണ വീട്ടിൽ നടക്കുന്ന സിറ്റുവേഷൻ. അത് തന്നെയാണ് നമ്മൾ ആഭ്യന്തര കുറ്റവാളി. ഇത് അത് ഇന്ന് അതായത് ഈ ഒരുപാട് സിനിമകൾ ഒരുമിച്ച് റിലീസ് ആവുമ്പോൾ ഒരു പ്രശ്നമാണത്. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പോട്ടെ, നമ്മളിപ്പോ വ്യസന സമേതം ബന്ധുമിത്രാദികളിൽ സംഭവിച്ചിട്ടുള്ളത്. നമ്മള് വ്യസന സമയത്തിൽ ഫുൾ ട്രിവാൻഡ്രം സ്ലാങ് ആണോ എല്ലാരും? ട്രിവാൻഡ്രം ആണെങ്കിലും നമ്മളാ പക്ക ഈ രാജമാണിക്യം ശൈലിയല്ല. അല്ല, ഇത് നമ്മുടെ ഡയറക്ടർ തന്നെ ബിബിന്റെ നാവായിക്കുളം അങ്ങനെ കുറെ സ്ഥലമുണ്ട്, വെഞ്ഞാറമൂട്, ആറ്റിങ്ങൽ, ആ ഭാഗത്ത്. അവിടെ ഉള്ളൊരു ശൈലിയുണ്ട്, ഒരു സംഗീതം പോലെ ഇരിക്കും. നമ്മൾ സംസാരിക്കും, എന്താടാ ഒഴുക്കൊഴുക്ക്, ആ ഒഴുക്ക് വേറൊരു രീതിയാണ്. നിനക്കെന്ത് സാധനല്ലേ, ആ ഒരു സാധനം അതാണ് ഈ പടത്തിലുള്ളത്. അത് അറിയാവുന്ന സ്ലാങ് ആണോ? ഇല്ല, പാടുവിട്ട് ഞങ്ങൾ നല്ല പാടുവിട്ടെങ്കിൽ അപ്പൊ അനശ്വരയും സിജുവും അനശ്വരയൊക്കെ ഭയങ്കര പാടുവിട്ട്. അപ്പൊ അതിലേറെ ഞങ്ങൾക്ക് അതേ നാട്ടുകാരനായതുകൊണ്ട് ബിബിന്റെ മുമ്പ് കള്ളം കാണിക്കാനും പറ്റൂല ഡയറക്ടർ. അപ്പൊ ആ നാട്ടുകാരനെ അത് ഡയറക്ടർ ബിബിൻ. പക്ഷെ എന്നിട്ട് നമ്മളെ ബിബിൻ ദാസ് വന്നിട്ട് ഡയറക്ടർ പറഞ്ഞു, ആ പക്ക ശൈലി എടുക്കണ്ട, ചെറിയ രീതിയിൽ കൊണ്ടുവന്നാൽ മതി,
കാരണം എന്താ അല്ലെങ്കിൽ നമ്മളത് പറയുന്നത് പോലെ ഫീൽ ചെയ്യുന്നു, ആർട്ടിഫിഷ്യൽ ആയി പോയ പോലെ ആർട്ടിഫിഷ്യൽ ആയി പോകും. അപ്പൊ അവർ പറഞ്ഞാൽ അങ്ങനെ പറയാൻ എടുക്കണ്ട, വേണ്ടി പറയുന്നത് പോലെ എന്നാൽ പറഞ്ഞു കൊടുക്കൂ, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർ ചെയ്യട്ടെ, പറയട്ടെ. അവരുടെ ഒരു ഫ്ലോയിൽ അങ്ങ് പോട്ടെ, നാച്ചുറൽ ആയിട്ട് നാച്ചുറൽ ആയിട്ട് അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്താ കുഴപ്പമില്ലായിരുന്നു. അതെ പിടിച്ചിട്ടുണ്ട്, എല്ലാരും പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഇപ്പോഴും സ്കിറ്റുകളും ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ടും വാട്സപ്പ് ത്രൂ ഒക്കെ നമുക്ക് ഒരുപാട് കോമഡികൾ കിട്ടുന്നതുകൊണ്ടും ചിരിപ്പിക്കാൻ പാടാണല്ലോ. കാരണം നമ്മൾ കേൾക്കാത്തൊരു സാധനം കൊണ്ടുവരണല്ലോ. ഇപ്പൊ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അത് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് എന്ന്? പ്രോഗ്രാം ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ചെയ്യുന്നില്ല. കാരണം എന്തെന്നറിയാവോ, വേറെ ഒന്നും കൊണ്ടല്ല, ഇപ്പോ നമ്മളെക്കാളും കോമഡികൾ ഇഷ്ടം പോലെ ആൾക്കാർ ചാനലിൽ കിടന്ന് ഭയങ്കര കോമഡിയാണ്. അതും ഈ കാലഘട്ടത്തിൽ ഭയങ്കരമായിട്ട് ഹിറ്റാവുന്ന ഷോസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ പല പരിപാടിയിലും ഞാൻ ജഡ്ജായിട്ട് പോയിട്ടുണ്ട്, ഞങ്ങൾ തന്നെ ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ തന്നെ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്, കാരണം കോമഡി അവസാനിച്ചിട്ടില്ല. കാരണം ഞങ്ങൾ കോമഡി അവസാനിച്ചെന്ന് പറഞ്ഞ് ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോൾ വേറെ രീതിയിൽ അല്ലെങ്കിൽ വേറെ ശൈലിയിൽ കോമഡികൾ വന്നുകൊണ്ടിരിക്കുകയാണ്, അവരെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണ്. സത്യം പറഞ്ഞാൽ കലയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാർ ആഗ്രഹം കൊണ്ട് പല ചാനലിലും അങ്ങനത്തെ ഷോസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ വന്നു ചെയ്ത് ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിൽ ഞങ്ങളിപ്പോൾ പഴയ ശൈലി, ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പം കാലഘട്ടം മാറി. ഞങ്ങളുടെ ശൈലിയിൽ ഇപ്പോൾ ആ കോമഡി ഇഷ്ടപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അതാണ് ഞാൻ ദൈവത്തെ പരിപൂർണമായിട്ട് നമസ്കരിക്കുന്നു പറഞ്ഞാൽ, ദൈവാനുഗ്രഹം കൊണ്ട് സിനിമയിൽ എനിക്ക് ഇപ്പം അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്നില്ല. കാരണം പേടിയാ സത്യം പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, സുരാജണ്ണൻ, ഞാൻ പലപ്പോഴും പറഞ്ഞു സുരാജണ്ണ പഴയ ശൈലിയിൽ ഒരു സിനിമ അണ്ണൻ ചെയ്യണം, ഇവിടെടാ പറ്റൂലടാ, അത് പാടാ. പക്ഷെ ഇപ്പം മറ്റേ പടം ഇറങ്ങിയല്ലോ പടക്കളം, അയ്യോ പടക്കളം കിട്ടുമായിരുന്നു, ഒരു രക്ഷയിലായിരുന്നു. അത് ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞിട്ടില്ല, സുരാജേട്ടൻ അങ്ങ് ആഴിഞ്ഞാടി ചിരിച്ചു മരിച്ചു മനുഷ്യൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഒരു കാര്യം അത് ഞാൻ പറഞ്ഞു സുരാണ്ണ, അത് എന്നിട്ട് പടം കണ്ടിട്ട് ഞാൻ വിളിച്ചു, നിങ്ങളല്ലേ പറഞ്ഞ പഴയ ശൈലി ആൾക്കാർ ഇപ്പൊ ഗംഭീരമായിട്ട് ഞാനൊക്കെ പൊട്ടിക്കിടന്ന് ചിരിച്ച്. ആൾക്കാര് സുരാന്റെ ശൈലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ കറക്റ്റ് ആയിട്ട് കിട്ടണം അല്ലേ, കിട്ടണം. അത് ആ കണ്ടന്റ് അടിപൊളിയായിരുന്നു, സിനിമയിലെ കണ്ടന്റ്, അല്ലാതെ വെറുതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇനി ആരെങ്കിലും നല്ല സ്കിറ്റ് എഴുതി തന്നാൽ ചെയ്യും. ചെയ്യാനൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. ഈ യാത്രയോട് വലിയ ഇഷ്ടമില്ലാത്ത, സ്കൂളിൽ പോലും ട്രിപ്പുകൾ പോവാത്ത ഒരാള് ഫുൾ ടൈം യാത്ര ചെയ്യേണ്ട ജോലി അതെങ്ങനെയാ ചെയ്തത്? അത് മറ്റത് നമ്മൾ ആസ്വദിക്കാൻ വേണ്ടി എനിക്ക് ഇഷ്ടമില്ല. എന്താ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലായിരുന്നു. ടൂർ ഞാൻ ഇന്നുവരെ എൻ്റെ ജീവിതത്തിൽ ടൂർ പോയിട്ടില്ല. ടൂറായിട്ട് പോയിട്ടില്ല, പക്ഷെ എത്ര സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്, എത്ര രാജ്യങ്ങൾ എല്ലായിടത്തും പോയി. അത് ഒരു എല്ലാ സ്ഥലങ്ങളിലും പോയി. അത് പോകുന്നത് പൈസക്ക് വേണ്ടി, പൈസ മുടക്കി പോകാൻ പാട്. പക്ഷെ ജോലിക്കാ പോകുന്നത്, ജോലിക്ക് പോകുമ്പോൾ ഒരു രസമുണ്ട്. പക്ഷെ എന്നാൽ പോലും ഞാൻ മനസ്സിലാക്കിയത് സുരാജണ്ണനും അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു, ഈ യാത്രകളോട് വലിയ താല്പര്യമില്ല. പക്ഷെ സുരാണ്ണൻ വിവാഹത്തിന് ശേഷം, പിന്നെ മക്കളൊക്കെ വളർന്നതിന് ശേഷം സുരാണ്ണൻ ചേച്ചിയും മക്കളെല്ലാം സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകുന്നത്. ഇപ്പൊ ഞാനും സുരാണ്ണൻ അമേരിക്കയിലൊക്കെ പോയാൽ സത്യം പറഞ്ഞാൽ ഞാനും സുരാണ്ണൻ ഒരുമിച്ചാണ് ഷോയ്ക്കൊക്കെ പോകാറുണ്ട്. അപ്പോൾ പലരും അമേരിക്കയിൽ പോയിട്ട് പല സ്ഥലങ്ങളിലും കാണാൻ പോകും. യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാൻ പോയി, അന്ന് ഞാനും സുരാണ്ണൻ റൂമിൽ ഇരുന്നു. സീരിയസ്ലി ഞാനും സുരാണ്ണൻ റൂമിൽ ഇരുന്ന് പിന്നെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും പല സിനിമാ കഥ. പുള്ളി പിന്നെ കഥ പറയും. പിന്നെ രണ്ടാമത് നമ്മളെ വേൾഡിലെ നമ്പർ 1 മജീഷ്യൻ ഉണ്ടല്ലോ, അയ്യോ പേര് മറന്നുപോയി, ഇവിടെ പോയപ്പോഴാ ലാസ് വേഗാസിൽ പോയപ്പോൾ. അങ്ങനെ സുരാജണ്ണൻ, നിവിൻ നിരാവത്ത് എന്ന് പറഞ്ഞൊരു മെന്റലിസ്റ്റ്, നിവിൻ വിളിച്ചു. അപ്പം ഇങ്ങനെ അവന്റെ ആഗ്രഹം അദ്ദേഹത്തെ കാണണം. അപ്പം പോവാന്ന് പറഞ്ഞു. സുരാണ്ണൻ പറഞ്ഞു ഞാൻ ഇല്ലടയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സുരാണ്ണൻ ഞാനില്ല. അങ്ങനെ ഞാൻ സുരാണ്ണൻ റൂമിൽ ഇരുന്നു. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങി. പിന്നീട് അറിയണു സുരാണ്ണൻ പോയി കണ്ടിട്ടുണ്ട്. ഞാൻ റൂമിൽ കിടന്ന് ഉറങ്ങി. അപ്പൊ സുരാജണ്ണൻ പോയിട്ട് വന്നതായിട്ട് ഞാൻ അറിഞ്ഞു. എന്നിട്ട് എനിക്ക് അപ്പോഴൊന്നും അറിയാം മാജിക് അല്ലേ. പിന്നെ അത് വേൾഡിലെ നമ്പർ 1 മജീഷ്യനാണ്. അപ്പൊ പുള്ളിയുടെ ഇത് കാണാൻ ഭാഗ്യം പുള്ളിക്ക് ലഭിച്ചു. എന്നാലും ഇത്ര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഹോട്ടൽ റൂമിൽ കിടന്ന് ഉറങ്ങുന്ന ഒരാൾ. പിന്നെ പോണ്ട് നാസയിലൊക്കെ പോയിട്ടുണ്ട് ഞങ്ങൾ, നാസ, പിന്നെ അങ്ങനെ കുറെ ആൾക്കാർ പോവാത്ത സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുണ്ട്. ഈ ഇങ്ങനെ യാത്ര ചെയ്തപ്പോ സുരേഷ് ചേട്ടനെ കണ്ടിട്ടുണ്ടല്ലോ, സുരേഷ് ചേട്ടനോട് പറഞ്ഞു മിസ്റ്റർ സുരേഷ് ഗോപി എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചിട്ടുണ്ട്. അത് കമ്മീഷണറുടെ ഷൂട്ട് കാണാൻ പോയപ്പോ സുരേഷ് ചേട്ടനും ഞാനും
ഷോയ്ക്ക് പോയപ്പോൾ അമേരിക്ക. അപ്പം ഞങ്ങൾ അടുത്തടുത്ത എപ്പോഴും ഫ്ലൈറ്റിൽ പോയി ഞാൻ സുരേഷിൻ്റെ അടുത്ത് ഇരിക്കുള്ളൂ, നല്ല കഥകൾ പറയും. അപ്പോൾ ഫ്ലൈറ്റ് പോകുമ്പോൾ ഞാൻ സുരേഷിൻ്റെ അടുത്തടുത്ത് ഇരിക്കുള്ളൂ. അപ്പോൾ സുരേഷിൻ്റെ ഞാൻ പറഞ്ഞു അങ്ങനെ സുരേഷിനെ കാണാൻ വേണ്ടി ആ കമ്മീഷണർ ഷൂട്ടിങ് സമയത്ത് ആബ്ദീൻ ഡോക്ടറിൻ്റെ വീട് എൻ്റെ വീടിൻ്റെ തിരുവനന്തപുരം മണക്കാട് അവിടെ വന്നപ്പോൾ സുരേഷേട്ടൻ വീട്ടിൽ ഷൂട്ട് കിടക്കുക. അപ്പോൾ ചിത്ര ചേച്ചിയുടെ വീടായിട്ടാണ് ഷൂട്ട് കിടന്നത്. അഴകേണ്ട ഞാൻ മയങ്ങൊന്ന് വിചാരിച്ചാടി എന്ന് പറഞ്ഞ ഡയലോഗ് നടക്കുന്ന സ്ഥലം. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ലഞ്ച് സമയത്താണ് സുരേഷേട്ടൻ പുറത്തിറങ്ങിയത്. അപ്പോൾ ജനമെന്ന് പറഞ്ഞ് ഭയങ്കര ജനം. അപ്പോൾ മറ്റേ പണ്ട് മറ്റേ മതിലിൻ്റെ മേളിൽ ഇങ്ങനെ കമ്പി ഇങ്ങനെ ശൂലം പോലെ കുത്തി കുത്തി വെച്ചു, അതിൻ്റെ മേളിൽ പിടിച്ചാണ് ഞാൻ നിൽക്കുന്നത്. ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പോൾ ആൾക്കാരെല്ലാം കൂടെ അങ്ങനെ എൻ്റെ ഇവിടെ അതുണ്ട് കുത്തിയും കയറി ബ്ലഡും. ഞാൻ മിസ്റ്റർ സുരേഷ് ഗോപി ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ഞാൻ അത് സുരേഷിൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, സുരേഷിൻ്റെ കണ്ണങ്ങ് നിറഞ്ഞിട്ട് ഫ്ലൈറ്റ് വെച്ച് ഇങ്ങനെ അങ്ങനെ തടവി തന്നിട്ട് ഇപ്പൊ മനസ്സിലായോ നിനക്ക് ദൈവം ഉണ്ടെന്ന്. എഞ്ചിനീയറിംഗ് പരിപാടി ട്രൈ ചെയ്യാൻ എന്താ അത് മിമിക്രി തലയിൽ കയറിയപ്പം അതങ്ങ് വിട്ടുപോയി. എന്നാലും അത്ര കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായി. പിന്നെ അത് എന്തോ തിയറി അറിയാം, പ്രാക്ടിക്കലൊക്കെ. അപ്പൊ വീട്ടിൽ ആരും ഒന്നും പറഞ്ഞില്ല? ഇല്ല, ഞാൻ പറഞ്ഞു, ഞാൻ വാഴ എന്ന സിനിമയിലെ നോബിയിലെ സെയിം ക്യാരക്ടറാണ് വാപ്പ, എൻ്റെ വാപ്പ. ഞാൻ പടം ഇറങ്ങുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം എൻ്റെ വാപ്പ എന്ന് പറഞ്ഞ നോബിയിലെ ക്യാരക്ടർ. കാരണം വാപ്പ ഇപ്പൊ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വേണ്ടി വന്നാലും ടീച്ചർമാരെന്ത് പറഞ്ഞാലും വാപ്പ കേട്ടോണ്ടിരിക്കും. വീട്ടിൽ വന്ന ഒരു വാക്കനെ പറയില്ല. അത് ഇളയ മോനെ ആയതുകൊണ്ടുള്ള പുന്നാരാണോ, ഏറ്റവും ലാസ്റ്റ് ആയതുകൊണ്ട് കുഞ്ഞായതുകൊണ്ടുള്ള പുന്നാരാണോ, എല്ലാരോടും അങ്ങനെയാണോ? അല്ലല്ല, എന്റെ അടുത്താ അങ്ങനെ അടിക്കത്തൊന്നുമില്ല. പക്ഷെ ഉമ്മ ഭയങ്കര സ്വാഭാവികം. ഉമ്മ ഭയങ്കര ഇത്, കാരണം ഉമ്മ പണ്ടത്തെ 10ാം ക്ലാസ് ആയിരുന്നു. അപ്പൊ ഉമ്മക്ക് ഹിന്ദിയൊക്കെ അറിയാം, ഉമ്മ ഹിന്ദി വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. അപ്പൊ ഉമ്മക്ക് ഭയങ്കര വിഷമാണ് ഇങ്ങനെ ഇറങ്ങി. എപ്പോഴും പറയും ഇങ്ങനെ, നീ ഇങ്ങനെ അല്ലല്ല അന്ന് നീ പഠിക്കാതെ ഇങ്ങനെ മിമിക്രി കളിച്ചിട്ടുണ്ടെന്ന എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കും. ഗൾഫിൽ പോടാ എന്നൊക്കെ പറയും, അല്ലെങ്കിൽ ഗൾഫിൽ കയറി പോടാ. വാപ്പ മിണ്ടില്ല, നിങ്ങളുടെ അടിയാൻ ചെയ്യും. വാപ്പ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ പണ്ട് മിമിക്രി ട്രൂപ്പ് തട്ടിക്കൂട്ടി, അതിൻ്റെ പ്രൊഡ്യൂസർ കളഞ്ഞിട്ട് പോയി. അപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നുമില്ല, റിഹേഴ്സൽ നടക്കുന്നു. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളടുത്ത് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പ്രോപ്പർട്ടി ഉണ്ട്, അവിടെ നമുക്ക് ചെറിയ സ്റ്റേജ് കിട്ടി നമുക്ക് അവിടെ ചെയ്യാം എന്ന് പറഞ്ഞു. അന്ന് 5 ദിവസം നമ്മൾ റിഹേഴ്സൽ എടുത്തപ്പോൾ അന്നത്തെ പ്രൊഡ്യൂസറായി മാറിയത് എൻ്റെ വാപ്പയായിരുന്നു. വാപ്പ വീട്ടിൽ നിന്ന് ഫുഡെല്ലാം കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കും. വാപ്പ കഞ്ഞിയും പയർ വയ്ക്കും, ചായ, പിന്നെ വാപ്പ കടയിൽ പോയി കടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. വാപ്പാക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഞാനിങ്ങനെ ആവുന്നത് ഭയങ്കര അഭിമാനം കൊള്ളുന്ന ആളാണ് വാപ്പ. മരണപ്പെട്ടത് ഭയങ്കര ഒരു ട്രാജഡി ആയിരുന്നു. വ്യസന സമ്മേതം ഷൂട്ട് കഴിഞ്ഞ് 3-ന്റെ അന്നാണ് 2-ന്റെ അന്നാണ് വാപ്പ മരിക്കുന്നത്. അപ്പൊ ഞാനൊരു മരണ വീട്ടിന്റെ ലൊക്കേഷനിൽ നിന്ന് നേരെ വന്ന് വീട്ടിൽ മരണ വീട്ടിലായി. അപ്പൊ അത് വിപിനൊക്കെ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു. അവരൊക്കെ ഭയങ്കര വാപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, അതായത് പോയിരുന്ന് കണ്ടിട്ട് കൊള്ളായിരുന്നടാ എന്ന് പറഞ്ഞത് ഏത് സിനിമയാണ്? ജയ ജയ ജയ. പിന്നെ കണ്ണൂർ സ്കോഡ് എനിക്ക് തിയേറ്ററിൽ പോയി കാണിക്കുന്നു. വാപ്പ തിയേറ്ററിൽ അങ്ങ് വരത്തില്ല, അങ്ങനെ ഉമ്മായങ്ങ് വരത്തില്ല. പിന്നെ ഈ ഹോസ്റ്റാലിൽ ഇറങ്ങിയപ്പോഴും കാണിപ്പിച്ചത് അവസാനം വരെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അഭിമാനം എല്ലായിടത്തും. സുരേഷിന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ വന്ന് വാപ്പാര ഒരു മട്ടൻ കറിയാണ്, അത് ഭയങ്കര ഇഷ്ടമാണ്. വാപ്പ മട്ടൻ കറി അടിപൊളിയായിട്ടുണ്ടാക്കും. അത് ഞാൻ അമേരിക്ക പോയപ്പോൾ സുരേഷിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിക്കാൻ വേണ്ടി ഒരു ദിവസം വീട്ടിൽ വന്നു, മട്ടൻ കഴിക്കാൻ വേണ്ടി വന്ന് പാഴ്സലും കൊണ്ടുപോയി. ഭയങ്കര ഇഷ്ടമാണ്. പൃഥ്വിരാജ് കൈപിടിച്ച് കയറ്റിയ കഥ മല്ലികമ്മയോട് പറഞ്ഞോ? മല്ലി ചേച്ചിയുടെ പറഞ്ഞിട്ടില്ല. അറിയാം. പൃഥ്വിരാജിനോട് പറഞ്ഞോ? രാജിന്റെ അടുത്തില്ലല്ല. പൃഥ്വിരാജ് അറിയാലോ. അല്ല, പക്ഷെ ഓർമ്മയുണ്ടാവോ? അറിയാം. ഞാൻ പല ഇന്റർവ്യൂ രാജിനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാനത് ഇന്ദ്രേട്ടൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ എന്റെ പറഞ്ഞു, നീ രാജുവിന്റെ പറഞ്ഞാ ചോദിച്ചു. ഞാൻ ഇല്ല, പറയാൻ പോയി. പിന്നെ അറിയാം, ഞാൻ സിനിമാ നടനാകുന്ന മുമ്പേ ആദ്യമായിട്ട് കണ്ട ഒരു സെലിബ്രിറ്റി എന്ന് പറഞ്ഞ രാജുവാണ്. ഫസ്റ്റ് ഞാനൊരു സെലിബ്രിറ്റി കാണുന്നത് പൃഥ്വിരാജിനെ. അത് എൻ്റെ മാമര മോൻ. പിന്നെ എൻ്റെ വീട്ടിലാണ് വിളിക്കുന്നത് ഫോൺ. എൻ്റെ മാമര മോനാണ് പിന്നെ വരുംകാലം പ്രസിഡന്റ് ഫാൻസ് അസോസിയേഷന്റെ. രാജു വിളിക്കുന്നത് എൻ്റെ വീട്ടിലാണ്, ലാൻഡ് ഫോണിൽ. ശരിക്കും പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് മാമയുടെ മോനാണ്. അല്ലല്ല, ഇപ്പൊ മാറി. പിന്നെ യഥാർത്ഥം പറഞ്ഞ 2ാമത്തെ അംഗം ഞാനാ. അവനായിരുന്നു 2ാമത്തെ അംഗം ഞാനാ. പൃഥ്വിരാജ് ഫാൻസ് അസോസിയേഷൻ 2ാമത്തെ അംഗം ഞാൻ, സത്യം. പിന്നെ അത് വന്നിട്ടൊന്നുമില്ല. അത് പിന്നെ ഞാനെന്താ അഭിനയത്തിന്റെ ഇതിലോട്ട് അങ്ങ് പോയി.
അവനും ഞാനാണ് ഇത് ഫെൻസ് അസോസിയേഷൻ തുടങ്ങാൻ വേണ്ടി ആദ്യമായിട്ട് പോകുന്നത്. അതിന് വേണ്ടി ഇറങ്ങിയത്. സുകുമാരന് ഒരു മോനുണ്ട് ആ, അല്ലേ? അങ്ങനെ ആൾക്കൊരു പോയത്. ഫാൻസ് അസോസിയേഷൻ തുടങ്ങണം. കൈ പിടിച്ചുകൊണ്ട് വന്നു. കൈ പിടിച്ചങ്ങ് കേറ്റി. കേറ്റി. ലിറ്ററലി ആ കേറ്റിയത് വെറുതെ ആയില്ലല്ലോ, അയ്യോ നന്നായില്ലേ സത്യം അല്ലെ? സത്യം. വളരെ ഐശ്വര്യപൂർവ്വം അങ്ങ് പോയി. ഇപ്പൊ നല്ല അല്ല, നല്ല ഒരു characters. സിനിമയായിട്ട് യാതൊരു സിനിമയിൽ എങ്ങനെ വരും, സിനിമയിൽ എങ്ങനെ ആരുടെ എന്ത് ചോദിക്കും, ചോദിക്കും. സിനിമയിൽ എങ്ങനെ പോവും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നെ സത്യസന്ധമായിട്ട് അതിന് മുമ്പ് പടം അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു സീൻ്റെ ഇതിൽ എന്നെ കൈപ്പിടിച്ചുകൊണ്ട് വന്ന് ചേട്ടാ ഇവിടെ നില്ലെന്ന് പറഞ്ഞാൽ അപ്പോഴെൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തോ തോന്നി, ഞാൻ ആ സിനിമയിൽ അഭിനയിക്കാം. എന്നിട്ടാണ് ഞാൻ അവനോട് പറയാം, നീ ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ പറഞ്ഞു. ഇനി കുറച്ച് കഴിയുമ്പോ അമ്മയുടെ മോനോട് അസീസ് നെടുമങ്ങാടിന് ഒരു ഫാൻസ് അസോസിയേഷൻ തുടങ്ങാൻ. അല്ല, അവ ഇപ്പം കുടുംബമായിട്ട് അവനിപ്പോ വേറെ അവൻ നാട്ടുന്നു. കുഴപ്പമില്ല അസീസ്. പിന്നെ വേറൊരു എൻ്റെ മാമാരുടെ മോനാണ് ദിലീപേട്ടൻ ഫാൻസ് അസോസിയേഷൻ, റിയാസ്. നിങ്ങൾ ഫാൻസ് അസോസിയേഷൻ കുടുംബത്തോടെ ഏറ്റെടുത്തേക്കാണോ? ഇത് റിയാസ്. എല്ലാരും ഭയങ്കര സിനിമാ ഭ്രാന്തന്മാരാ. ഞങ്ങളെല്ലാം പണ്ടുപോലെ സിനിമ ഭ്രാന്തായിരുന്നു, ഭയങ്കര സിനിമ ഭ്രാന്തായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇഷ്ടപ്പെടുന്ന നടൻ എന്ന് പറഞ്ഞാൽ ജഗദീഷ് ചേട്ടനാണ്. ജഗദീഷ് ചേട്ടനാണ് എനിക്ക് സാറിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒരു സിനിമാ നടനെ ഇഷ്ടപ്പെട്ട് തുടങ്ങുന്നത് ജഗദീഷ് ചേട്ടനായിരുന്നു. അപ്പൊ ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകൾ എന്ന് പറഞ്ഞാൽ അസീസ് നെടുമങ്ങാട് എന്ന് പറയുന്ന ആക്ടറിന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സിനിമകൾ വരട്ടെ. ഇതുപോലെ തിരക്കിട്ട് ഓടി നടക്കട്ടെ. അതിനിടയിൽ ഞങ്ങൾ ഇടയ്ക്ക് ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ കുറച്ച് ചെറിയൊരു ഇന്റർവ്യൂ ഒക്കെ തന്നാൽ സന്തോഷം. അപ്പം നമ്മുടെ വ്യസനസമേതം ബന്ധുമിത്രാദികൾ കാണാനിരിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്? വ്യസനസമേതം ബന്ധുമിത്രാദികൾ നിങ്ങൾക്ക് ഒരിക്കലും നിരാശപ്പെടില്ല എന്ന്. കാരണം ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അറിയാൻ പറ്റും. കാരണം നമ്മളത് ഞാൻ കണ്ടില്ല, എന്നാൽ പോലും ഒരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ അത് ഇറങ്ങുന്നത് വരെ ഡയറക്ടർമാരെയും അതിൻ്റെ മ്യൂസിക് ഡയറക്ടറെയും എഡിറ്ററെയും എല്ലാം നിരന്തരം വിളിക്കും, എന്തായി ഞങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ നിരന്തരം പറയും കൊള്ളാം, നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ കണ്ട് അവരുടെ ജഡ്ജ്മെന്റ് അങ്ങ് പോവും. പിന്നെ രണ്ടാമത് ഇത് ഔട്ടിറങ്ങിയതിന് ശേഷം ഇതിൻ്റെ ചില സംഭവങ്ങളുണ്ട്. ഇപ്പം സാറ്റലൈറ്റിന്റെ ആൾക്കാർ അല്ലെങ്കിൽ സബ് ടൈറ്റിൽ എഴുതുന്ന ആൾക്കാർ, മനസ്സിലായി, നമ്മളെക്കാൾ മുന്നേ കാണുന്ന തിയേറ്ററിൽ റിലീസ് ആവുന്നതിന് മുമ്പ് ഇത് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ. എന്നെ 3-4 പേര് വിളിച്ചു. ഒരുപാട് പേര് ഭയങ്കര സന്തോഷത്തോടെ സംസാരിച്ചു. നല്ല പടം, അപ്പോൾ ഒരിക്കലും നിരാശപ്പെടുത്തില്ല. പെർഫോമൻസിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ എന്തായാലും ഇതൊരു നല്ല പടമായിരിക്കും. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനിയും ഈ പറഞ്ഞ മാതിരി സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിച്ചുകൊണ്ടിരിക്കട്ടെ, തിരക്കിട്ട് ഓടി നടക്കട്ടെ, സിനിമകളൊക്കെ വമ്പൻ ഹിറ്റ് ആവട്ടെ. താങ്ക് യു അസീസിക്ക, താങ്ക് യു സോ മച്ച്. താങ്ക് യു.